ശരിക്കും കൊള്ളാമോ? കൊള്ളാം. വന്ന കാര്യം മറന്നോ? ഇല്ലല്ലോ. ഹായ് എന്റെ കൊച്ചു കൂട്ടുകാരെ, ഒഴിവു ദിനങ്ങൾ അടിച്ചു പൊളിക്കാനായി എന്റെ കളിപ്പാട്ടം നിങ്ങൾക്ക് തരട്ടെ. കടുവയെ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലേ കടുവയെ പിടിച്ച കിടുവയെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിലേ ഇതാ കണ്ടോളൂ. എത്ര സമയമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? ശരിയാ, നടന്നിട്ടും തീരുന്നില്ല. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഭൂമിയുടെ അറ്റം എത്താറായി. ഇത്ര ദൂരം നടന്നപ്പോ തന്നെ നിങ്ങളൊക്കെ ക്ഷീണിച്ചോ? ആ കാണുന്ന കുറിഞ്ഞിമലയുടെ അപ്പുറത്തെ പുഴക്കരയിലാണ് മൂങ്ങ വൈദ്യരുടെ വീട്. എന്റെ അമ്മോ, ഇനി ആ കുറിഞ്ഞിമലയും കൂടി കയറുമ്പോഴേക്കും ചൂടടിച്ചെന്റെ തോട് പൊട്ടും. എന്താടാ ഈ സമയത്തൊരു ചിരി? തോടില്ലാത്ത ആമച്ചാരെ കുറിച്ച് ഓർത്തപ്പോ ചിരിച്ചു പോയതാണേ. എല്ലാവരുടെയും ക്ഷീണം മാറ്റാൻ ഞാനൊരു പാട്ട് പാടിയാലോ? അയ്യോ വേണ്ടായേ. അതിലും ഭേദം വെയില് കൊണ്ട് ആവിയായിട്ട് മേപ്പോട്ട് പോകുന്നതാ. സിംഹരാജാവിന്റെ വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങുമ്പോ ഈ മണ്ടൻ കഴുതയ്ക്ക് ബുദ്ധി വരാനുള്ള മരുന്ന് കൂടി വാങ്ങണം. കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഈ പൊരി വെയിലത്ത് ഉത്സാഹിച്ച് നടക്കാമായിരുന്നു. എടാ, മരമുണ്ടെങ്കിലേ മഴ പെയ്യൂ, മഴയുണ്ടെങ്കിലേ പുഴയൊഴുകൂ. എങ്ങനെ എങ്ങനെ എങ്ങനെ? മരമുണ്ടെങ്കിലേ മഴ പെയ്യൂ, മഴയുണ്ടെങ്കിലേ പുഴയൊഴുകൂ, പുഴയുണ്ടെങ്കിലേ വെള്ളമുള്ളൂ, പുഴയുണ്ടെങ്കിലേ വെള്ളമുള്ളൂ. അതിനിവിടെ മരക്കുറ്റികൾ മാത്രമല്ലേ ഉള്ളൂ. മരമെല്ലാം മനുഷ്യന്മാർ മുറിച്ചുകൊണ്ട് പോയില്ലേ? ഇങ്ങനെ പോയാൽ നമ്മുടെ മൃഗങ്ങളുടെ കാര്യം കഷ്ടത്തിലാകും.
എനിക്കിനി നിങ്ങളോടൊപ്പം ഓടാൻ വയ്യ. ഞാനിവിടെ കിടന്ന് ചത്തോളാം. നിങ്ങൾ തിരികെ വരികയാണെങ്കിൽ ഈ തോടെങ്കിലും അച്ഛനും അമ്മയെ ഏൽപ്പിക്കണം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട്. എന്നാൽ നമുക്ക് അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. ഭാഗ്യം. അതാ അവിടെ ഒരു ഗുഹ. നമുക്ക് അവിടെ കയറി സുഖമായി വിശ്രമിക്കാം. എവിടെ? ദാ അവിടെ. ഹായ്, നല്ല ഗുഹ. വിശാലമായൊന്നുറങ്ങാം. കണ്ടിട്ട് ആരോ ഉപേക്ഷിച്ചു പോയതാണെന്ന് തോന്നുന്നു. ഉപേക്ഷിച്ചു പോയതാണെങ്കിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല. എൻ്റെ അമ്മച്ചിയേ, ഓ എന്തോ നാടേ, ഇത്രയും തോട് കിടന്നിട്ട് അവിടെ ഒന്നും കുത്താതെ എൻ്റെ കാലിൽ തന്നെ കുത്തിക്കയറ്റി. ഓ എന്തൊരു വേദന. അതിങ്ങെടുക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് മാറടാ, ഞാനൊന്ന് കിടക്കട്ടെ. പോടാ. അകത്താരാണോ? എൻ്റെ അമ്മോ, പ്രേതം. അല്ല, ഭൂതം. എൻ്റെ മുട്ട് വിറയ്ക്കുന്നു. എൻ്റെ താടിയും. മേ, എനിക്ക് പേടിയൊന്നും ഇല്ല. എന്തായാലും വരുന്നത് വരട്ടെ. പുറത്താര്? പുറത്ത് കടുവയാ. എൻ്റെ അമ്മോ, കടുവയോ? എന്നാൽ അകത്ത് കിടുവയാണ്. കടുവയോ? അതെന്ത് സാധനം? ഇഴജന്തുവോ പക്ഷിയോ അതോ മൃഗമോ? മൃഗം തന്നെ. കടുവയേക്കാൾ ശക്തനും പാമ്പിനേക്കാൾ വിഷമുള്ളവനും ആനയേക്കാൾ വലിപ്പമുള്ളവനും. പ്രശ്നമാകുമോ? അപ്പോ ആനയെപ്പോലെ സസ്യാഹാരി ആയിരിക്കും? അല്ല, മാംസാഹാരിയാണ്. കടുവയാണ് എൻ്റെ ആഹാരം. അതാ എനിക്ക് കിടുവ എന്ന പേര് വന്നത്. ദിവസവും 10 എണ്ണം. ഇന്നത്തെ അത്താഴം കഴിഞ്ഞു. പിന്നെ ഉറക്കം വരുന്നത് വരെ കുറിക്കാൻ ഒരു കടുവ കൂടിയാവാം. ആനയെപ്പോലെ തുമ്പിക്കൈയൊക്കെ ഉണ്ടോ? നിനക്കിപ്പോ എന്താടാ വേണ്ടത്? ഞാൻ പുറത്തേക്ക് വരണോ? അയ്യോ വേണ്ടായേ. എന്നാലും താങ്കളുടെ ഒരു രോമമെങ്കിലും കാണണമെന്നുണ്ട്. ആ പിടിച്ചോ എന്റെ ഒരു രോമം. ഇത്രയും വലിയ രോമമോ? ഇവന്റെ ശരീരം എത്ര വലുതായിരിക്കും? വലിയ ശരീരമാണെങ്കിൽ അതിൽ വലിയ ചെള്ളുകളും ഉണ്ടായിരിക്കും. ആട്ടെ, അങ്ങയുടെ ദേഹത്തെ ഒരു ചെള്ളിനെ ഒന്ന് കാണിക്കാമോ? ഇതാ കണ്ടോളൂ. ഇത്രയും വലിയ ചെള്ളു? ഞാൻ പൊയ്ക്കൊള്ളാമേ. എന്നാലും അങ്ങയുടെ അലർച്ച കൂടി ഒന്ന് കേട്ടാ കൊള്ളാമായിരുന്നു. അയ്യോ 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 പാവം കടുവ പേടിച്ചോടിയത് കണ്ടില്ലേ? കൂട്ടുകാർ ഒരുമിച്ച് നിന്നതുകൊണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതുപോലെ നമ്മളും ഏതാപത്തിലും ഒരുമിച്ച് നിൽക്കണം. ഇനി നമുക്കൊരു കൃഷിപ്പാട്ടായാലോ? അതും വള്ളിയിൽ ഉണ്ടാകുന്ന ചില കായ്ഫലങ്ങളെ കുറിച്ച്. ഈ പാട്ട് കൂട്ടുകാർ ചേർന്ന് പാടണേ. എനിക്കും വേണം പാവയ്ക്ക, എന്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക.
പാവലു വള്ളി പറിക്കരുതേ. പാവയ്ക്ക പറിച്ചോളൂ നിങ്ങൾ പാവലു വള്ളി പറിക്കരുതേ. പാവയ്ക്ക പറിച്ചോളൂ നിങ്ങൾ പാവലു വള്ളി പറിക്കരുതേ. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചത് 2.5 വട്ടിപ്പടവലങ്ങ. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചത് 2.5 വട്ടിപ്പടവലങ്ങ. എനിക്കും വേണം പടവലങ്ങ, എന്റെ അച്ഛനും വേണം പടവലങ്ങ. എനിക്കും വേണം പടവലങ്ങ, എന്റെ അച്ഛനും വേണം പടവലങ്ങ. പടവലങ്ങ പറിച്ചോളൂ നിങ്ങൾ പടവല വള്ളി പറിക്കരുതേ. 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 മൂന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് 3.5 വട്ടി മുന്തിരിങ്ങ. മൂന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് 3.5 വട്ടി മുന്തിരിങ്ങ. എനിക്കും വേണം മുന്തിരിങ്ങ, എന്റെ ചേട്ടനും വേണം മുന്തിരിങ്ങ. എനിക്കും വേണം മുന്തിരിങ്ങ, എന്റെ ചേട്ടനും വേണം മുന്തിരിങ്ങ. മുന്തിരിങ്ങ പറിച്ചോളൂ നിങ്ങൾ മുന്തിരി വള്ളി പറിക്കരുതേ. 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 നാലാം വേലിക്കൽ ചെന്നു പറിച്ചത് 4.5 വട്ടി കുമ്പളങ്ങ. നാലാം വേലിക്കൽ ചെന്നു പറിച്ചത് 4.5 വട്ടി കുമ്പളങ്ങ. എനിക്കും വേണം കുമ്പളങ്ങ, എന്റെ ചേച്ചിക്കും വേണം കുമ്പളങ്ങ. എനിക്കും വേണം കുമ്പളങ്ങ, എന്റെ ചേച്ചിക്കും വേണം കുമ്പളങ്ങ. കുമ്പളങ്ങ പറിച്ചോളൂ നിങ്ങൾ കുമ്പള വള്ളി പറിക്കരുതേ. 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 കുമ്പള വള്ളി പറിക്കരുതേ. കുമ്പള വള്ളി പറിക്കരുതേ. കുമ്പള വള്ളി പറിക്കരുതേ. പണ്ടേ മണ്ടൻ, കൂടെ അഹങ്കാരം കൂടിയായാലോ? നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. അത്തരത്തിലുള്ള അഹങ്കാരിയായ ഒരു കഴുതച്ചാരുടെ കഥയാ. കഥയെന്ന് വെച്ചാൽ കഴിഞ്ഞ കഥ. അയ്യോ, ഒരു സിംഹം. ഇവനെങ്ങനെ ഇവിടെ വന്നു? കാട്ടിലെ രാജാവ് എന്നെ കണ്ട് പേടിക്കുന്നു. കൊള്ളാമല്ലോ പരിപാടി.
എന്നാലൊന്ന് പേടിപ്പിച്ചിട്ട് തന്നെ ഇടാ അവിടെ അവിടെ നിൽക്കാൻ നിൽക്കടാ അവിടെ അവിടെ നിൽക്കാൻ ഇടാ നിൽക്കാൻ അവിടെ അവിടെ നിൽക്കാൻ കണ്ടില്ലേ കൂട്ടുകാരെ, അഹങ്കാരിയായ കഴുതയ്ക്ക് പറ്റിയ അപകടം. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അഹങ്കാരത്തിന്റെ ഫലം ആപത്ത്. പക്ഷെ പാവം മിന്നു മോനും പറഞ്ഞത് കേൾക്കാതെ നേരം പുലർന്നപ്പോൾ അമ്പിളിമാമൻ പോയി. പതിവ് പോലെ ഖാലിദ് എന്ന മുക്കുവൻ വലയുമായി മീൻ പിടിക്കാൻ പുറപ്പെട്ടു.
ഈ കഥ നടക്കുന്നത് ഇവിടെ അല്ലാട്ടോ, അങ്ങ് ദൂരെ. കടൽക്കാക്കകൾ താഴ്ന്നു പറക്കുന്നുണ്ടല്ലോ. ഇന്നെൻ്റെ വല നിറയും. ഇന്നത്തെ എൻ്റെ അധ്വാനം പാഴായി എന്ന് തോന്നുന്നു. ചെറുമീനുകളെ മാത്രമേ കിട്ടുന്നുള്ളല്ലോ. വലയിൽ ഭാരമുള്ള എന്തോ കുടുങ്ങിയെന്ന് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹായ്, ഒരു നിധികുംഭം. ഇതോടെ എൻ്റെ കഷ്ടകാലമെല്ലാം തീരും. ഇതിലെന്താവും? വൈരക്കല്ലുകളും കടലിലെ മുത്തുകളുമാവും. എന്തായാലും ഒന്ന് തുറന്നു നോക്കുക തന്നെ. ഇത് തുറക്കാൻ കഴിയുന്നില്ലല്ലോ. ദൈവമേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പേടിയാകുന്നു. അയ്യോ, ഭൂതം! നീയാണോ എന്നെ കുടത്തിൽ നിന്നും തുറന്നു വിട്ടത്? അത് ഞാൻ 300 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കുടത്തിൽ അടച്ചിട്ടതാണ്. ഇത്രയും കാലം ആഹാരമൊന്നും കിട്ടാതെ ഞാൻ വിശന്ന് കഴിയുകയായിരുന്നു. നീയാണ് എന്റെ ആദ്യത്തെ ആഹാരം. അങ്ങനെ ഭക്ഷിച്ചുകൊള്ളൂ. പക്ഷേ അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. പറഞ്ഞുകൊള്ളൂ. ഇത്രയും സുന്ദരനും ശക്തിശാലിയും ബുദ്ധിമാനുമായ അങ്ങേക്ക് ഈ ചെറിയ കുടത്തിൽ എങ്ങനെയാണ് കയറാൻ കഴിയുന്നത്? ആ അത്ഭുതം എന്നെ കൂടി ഒന്ന് കാട്ടിത്തരാൻ. ഓ, ഇത്രയേ ഉള്ളോ? ഇതാണോ നിന്റെ അവസാനത്തെ ആഗ്രഹം? എന്നാൽ ഇതാ കണ്ടുകൊള്ളൂ. സൂത്രം ഫലിച്ചു. തക്ക സമയത്ത് ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ഭൂതത്താന്റെ പിടിയിൽ നിന്നും മുക്കുവൻ രക്ഷപ്പെട്ടു. ബുദ്ധി ഉണ്ടാകണമെങ്കിലേ പാൽ കുടിക്കണം. കൂട്ടുകാരെല്ലാം പാൽ കുടിക്കാറില്ലേ? എന്നാലേ ഈ കൂട്ടുകാരിക്ക് പാൽ ഇഷ്ടമേ അല്ല. Cow is a domestic animal. Cow gives us milk. Milk is good for health.
കമലം, മോൾ കുറക്കം വരുന്നെങ്കിൽ പാല് കുടിച്ചിട്ട് കിടന്നോളൂ. എനിക്ക് പാല് വേണ്ട, ചായ മതി. കുട്ടികൾ ചായ കുടിക്കുകയോ? പാല് കുടിച്ചാൽ മതി. കമലം നീ എന്തേ പാല് കുടിച്ചില്ലേ? ശങ്ക വെടിഞ്ഞാലും ഈ പാല് കുടിച്ചാലും, ശങ്ക വെടിഞ്ഞാലും ഈ പാല് കുടിച്ചാലും. കമലം നീ എന്തേ പാല് കുടിച്ചില്ലേ? ശങ്ക വെടിഞ്ഞാലും ഈ പാല് കുടിച്ചാലും. കമലം നീ എന്തേ പാല് കുടിച്ചില്ലേ? ശങ്ക വെടിഞ്ഞാലും ഈ പാല് കുടിച്ചാലും. ഹായ്, നിങ്ങളൊക്കെ ആരാ? നിങ്ങളെ കാണാൻ എന്ത് രസാ, എന്ത് ഭംഗി. വിറ്റാമിൻ തൻ വംശത്തെ ഒന്നാം സ്ഥാനമെനിക്കല്ലോ. ആയത് കൊണ്ടിന്നെല്ലാരും എന്നെ വിളിക്കുന്നു. കണ്ണിനു കാഴ്ച കൊടുത്തിടാൻ എന്നെ പോലിന്നാരുണ്ട്? വിറ്റാമിൻ തൻ വംശത്തെ രണ്ടാം സ്ഥാനമെനിക്കല്ലോ. ആയത് കൊണ്ടിന്നെല്ലാരും എന്നെ വിളിക്കുന്നു. വായ്പുണ്ണൊന്നും അടുക്കാതെ കാത്തിടുന്നു എപ്പോഴും. വിറ്റാമിൻ തൻ വംശത്തെ മൂന്നാമൻ ഞാൻ തന്നെ. രക്തം ശുദ്ധി വരുത്തിടാൻ എന്നെ പോലിന്നാരുണ്ട്? ഗുണമേറുന്നൊരു വംശത്തെ നാലാമത്തെ ഞാൻ തന്നെ. പല്ലിനും എല്ലിനുമെല്ലാം ഞാൻ നല്ല കരുത്തു കൊടുക്കുന്നു. ഞങ്ങൾ സഖാക്കൾ വിറ്റാമിൻ, നിങ്ങൾക്കെന്നും തുണ ചെയ്തോർ. രോഗം തെല്ലുമടുക്കാതെ ആരോഗ്യം പരിപാലിപ്പൂ. നാലു നൽ സഖാക്കൾ ഞങ്ങൾ, ഞങ്ങളോട് ചേരുക നീ. ഞങ്ങളോട് ചേരുമെങ്കിൽ മംഗളം നിനക്കിനി, മംഗളം നിനക്കിനി, മംഗളം നിനക്കിനി. പാലിന് ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഞാൻ എല്ലാ ദിവസവും പാല് കുടിച്ചിട്ടേ ഉറങ്ങും. സ്വർഗം കാണാൻ കൂട്ടുകാർക്ക് ആഗ്രഹമുണ്ടോ? എനിക്കറിയാം, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനാ ഇഷ്ടം. എന്നാലേ നമ്മുടെ കൗശലം കുറുക്കൻ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുക. ഇവിടെ എത്തുമെന്ന് കണ്ടറിയാം.
മീനു, വേഗം വരൂ. ഇനിയും വൈകിയാൽ ചന്തസമയം കഴിയും. ദാ വരുന്നച്ചാ. ഹൈ, ഹൈ. അയ്യോ അച്ഛാ, ഇന്നും ആ കള്ളൻ നമ്മുടെ തോട്ടം മുഴുവൻ നശിപ്പിച്ചല്ലോ. നാളെ ആകട്ടെ, അവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്താടാ ഈ നേരത്തൊരു ഊഞ്ഞാലാട്ടം? ഊഞ്ഞാലാട്ടമല്ല ചേട്ടാ. പിന്നെ ആരെങ്കിലും കുടുക്കി പെടുത്തിയോ? ഏയ് അല്ലല്ല, സ്വർഗത്തിലേക്ക് പോകാനാ. സ്വർഗത്തിലോ? ആ അതെ, നാളെ കുറെ കൂടി മേലോട്ട്, മറ്റന്നാൾ പിന്നെയും മേലോട്ട്, അടുത്ത ആഴ്ച സ്വർഗത്തിലെത്തും. നേരാണോ? എന്നെയും കൂടി. എന്താ, ചേട്ടനും വരുന്നുണ്ടോ? ആ, ഞാനും വരുന്നു. എന്നാൽ ഇതിൽ ചേട്ടൻ പൊയ്ക്കോ, ഞാൻ പിന്നെ പൊയ്ക്കോളാം. എങ്കിലെന്നെ താഴെ ഇറക്ക്. പൊങ്ങട്ടെ 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 പൊങ്ങട്ടെ. ചേട്ടാ, ഒരാഴ്ചയൊന്നും വേണ്ട, തോട്ടക്കാരൻ വന്നാൽ ഉടൻ തന്നെ സ്വർഗത്തിലെത്താം. ടാറ്റാ. പാവം കൗശലൻ കുറുക്കൻ ശരിക്കും സ്വർഗത്തിൽ പോയി കാണും അല്ലേ കൂട്ടുകാരെ? ഇനി നമുക്കൊരു സർക്കസ് കാണാം. ആനയും തത്തയും കുരങ്ങനും ഒക്കെയുള്ള ഒരു സർക്കസ്.
വിശ്വസിക്കാൻ